മനുഷ്യന്റെ അത്താണികൾ ഇറക്കി വെക്കാൻ പറ്റിയ ഒരു കാര്യമാണ് മതം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ അത്താണികൾ ഇറക്കി വെക്കുന്നത്? ഇപ്പൊ നിങ്ങളുടെ ദുഃഖവും വിഷമവും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ ഒരാളോട് പോയി പറയുന്നു. ആരോടാ നിങ്ങൾ പറയുന്നത്? നിങ്ങളോട് തന്നെ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ പിറുപിറുക്കുന്നതാണല്ലോ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതൊരു ഇതല്ലേ, ഒരു ഇന്റീരിയർ മോണോലോഗാണ്. ചിലപ്പോൾ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. ഇത് ആരോ കാണുന്ന രീതിയിലാണ്, ഒരു സെലസ്റ്റിയൽ മാമൻ കാണുന്ന രീതിയിലാണ് നമ്മൾ ആദ്യം ഇങ്ങനെ തൊഴുതിട്ട് പിന്നെ കുറച്ചുകൂടെ ഭവ്യതയോടെ തൊഴും. എനിവേ, നമ്മൾ ആരോ കണ്ടുകൊണ്ട് ചെന്ന് അയാളുടെ മുന്നിൽ ഒരു പരാതി കൊടുക്കുകയാണ്. ഈ പരാതി ആരുടെ മുന്നിലാണ് കൊടുക്കുന്നത്? ഒരു യജമാനന്റെ കീഴിൽ, ഒരു സർക്കാരിന്റെ കീഴിൽ, ഒരു വലിയൊരാളുടെ കീഴിൽ നമ്മൾ ചെറുതായിക്കൊണ്ട് കുനിഞ്ഞ് കൂപ്പി നമ്മൾ ചെയ്യുകയാണ്. അതൊരു അടിമബോധം പേറുന്ന ഒരാളുടെ ഒരു റെസ്പോൺസാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് ഗുണം കിട്ടുന്നുണ്ടോ? ഞാനൊരിക്കൽ ഒരു പരിപാടിയിൽ പറഞ്ഞ കാര്യമാണ്, ഈ പ്രാർത്ഥന ആളുകൾ നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന ഫലിക്കാറില്ല എന്നുള്ളത് കൊണ്ടാണ്. പ്രാർത്ഥന ഫലിക്കുന്നതുകൊണ്ടല്ല. നമ്മളൊരു പരാതി പറഞ്ഞാൽ, ഒരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ അത് ഫലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസാനത്തെ പ്രാർത്ഥനയായിരിക്കും അത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ഗുണങ്ങളും സുഖങ്ങളും ഉണ്ടാകണമേ ഭഗവാനെ, തമ്പുരാനെ, അള്ളാഹുവേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഉടനടി പരിഹാരം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ പടിക്ക് പോകൂ? 100-ൽ 90% ആളുകൾ പോകത്തില്ല, അവിടെ വെച്ച് നിർത്തും. പിന്നെ ചില ആൾക്കാരുണ്ട് 10 കോടിയുടെ ലോട്ടറി എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 100 കോടിക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അത് അങ്ങനെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഭൂരിഭാഗം ആളുകളും, പക്ഷേ ഈ ലോട്ടറിക്ക് പരിധിയുണ്ട്, 10 കോടി 100 കോടി. പക്ഷേ വേറെ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു പരിധിയില്ല. സർവ സുഖ ഐശ്വര്യ സൗഭാഗ്യങ്ങൾ നേരിടണം എന്നൊരു പ്രാർത്ഥന ഫലിച്ചാലോ? സർവ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടല്ലോ. സർവയ്ക്ക് ഉപരിയായിട്ട് വേറെ ഇല്ലല്ലോ. അപ്പൊ പിന്നെ പ്രാർത്ഥന ഫലിക്കുന്നത് കൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്, ഫലിക്കാത്തത് കൊണ്ടാണ്. ആളുകൾക്ക് അത്താണി കിട്ടുന്നത് കൊണ്ടല്ല ആളുകൾ ഇതിന്റെ പുറകെ പോകുന്നത്, അത്താണി കിട്ടാത്തത് കൊണ്ടാണ്. ഒന്ന് ചിന്തിച്ചു നോക്കെ. ഇത് ഇനി മാത്രമല്ല, ഈ മതത്തില് ഇത്തരം റേഷനും പിന്നെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ആളുകളിൽ മതത്തിലേക്ക് ചേരാനായിട്ട് നിങ്ങളെ ആളിനെ വിളിക്കത്തൊന്നുമില്ല. ഇപ്പൊ ഞാനിവിടെ ഒരു സിസ്റ്റം വെക്കുകയാണ്. എല്ലാവർക്കും 10 കോടിയില്ല, ശ്രീനിവാസൻ പ്രധാനം 10 കോടി വെച്ച് കൊടുക്കും. നിങ്ങൾ അവിടെ നിൽക്കുക, വരൂ എന്റെ മതത്തിൽ ചേരാൻ നിങ്ങളുടെ ഞാൻ പറയൂ? ഇല്ല, ഞാൻ പറയില്ല. ഞാനത് മൊത്തം ആളിനെ എടുക്കത്തില്ല. ഒരു മതത്തിന് എന്തെങ്കിലും ഗുണവും നേട്ടവും ഉണ്ടെങ്കിൽ ആ മതത്തിൽ ആളിനെ എടുക്കില്ല, ഉള്ളവനെ ചവിട്ടി പുറത്താക്കത്തേ ഉള്ളൂ. അത് മതമായാലും രാഷ്ട്രീയ പാർട്ടിയായാലും അങ്ങനെയാണ്. മന്ത്രിയാവാനും നേതാവാനും നിങ്ങളെ ആരെങ്കിലും ക്ഷണിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളെ ക്ഷണിക്കുന്നത് പോസ്റ്റർ ഒട്ടിക്കാനും അണിയാകാനുമാണ്. അണിയാകാൻ അണിഞ്ഞൊരുങ്ങി വരൂ എന്നൊരു പാട്ട് തന്നെ ഉണ്ട്, പൂവച്ചൽ ഖാദർ എഴുതിയ. ചുമ്മാ അങ്ങനെ പാട്ടൊന്നുമില്ല, നല്ലൊരു പാട്ട് വേണം. നിങ്ങളെ തട്ടിപ്പിന് വിധേയനാകാൻ ക്ഷണിക്കുകയാണ് മതം. യു ആർ ഇൻവൈറ്റഡ് ടു ബി എക്സ്പ്ലോയിറ്റഡ്. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ്. അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും നേട്ടം ഉണ്ടെങ്കിലും അത്താണി ഉണ്ടെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്ന സിസ്റ്റം ആണെങ്കിൽ ഒരാളെ അങ്ങോട്ട് എടുക്കത്തില്ല. നിങ്ങളെ അതാണ് ഈ അത്താണിയുടെ കാര്യം. അത്താണി ആകാത്തത് കൊണ്ടാണ്, അത്താണി കിട്ടാത്തത് കൊണ്ടാണ് ആളുകൾ അതിന്റെ പുറകെ പോകുന്നത്. അതിലെ എന്താ പറയാ, ഉപ്പ് നിന്നിട്ട് ആ ഒരു രീതിയിൽ വെച്ചിരിക്കുന്നുണ്ട്. കിട്ടാതിരിക്കുമ്പോൾ വീണ്ടും കിട്ടണമേ എന്നുള്ളൊരു അങ്കലാപ്പാണ്. പ്രാർത്ഥിച്ച് പഴുപ്പിക്കാനാണ് നോക്കുന്നത്. ചൂട് അങ്ങനെ നമ്മളെ കൊലയൊക്കെ പഴുപ്പിക്കത്തില്ലേ? പഴുക്കാതെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ചൂട് ഇങ്ങനെ കയറ്റി കൊടുക്കും. ആ രീതിയിൽ ഇങ്ങനെ ഒരു അങ്കലാപ്പാ. കൊല പഴുക്കും, പക്ഷെ അയാൾ പഴുക്കില്ല. കാര്യം കൊല ഉണ്ട്, അയാളില്ല. അതാണ് അതിന്റെ വ്യത്യാസം.